കൊടൈക്കനാൽ ഒരിക്കലും കണ്ടു തീർക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ്. എത്ര കണ്ടാലും വീണ്ടും വീണ്ടും പുതുമ നൽകുന്ന ഒരു സ്വർഗം. മലനിരകളുടെ രാജകുമാരി എന്നാണ് കൊടൈക്കനാൽ അറിയപ്പെടുന്നത്. നോക്കി നിൽക്കുമ്പോൾ കോടമഞ്ഞു വന്നു മൂടിപ്പോകുന്ന ഇടം. കൊടൈക്കനാലിലെ ഹൈഡൻ ട്രഷറാണ് പൂമ്പാറയും പൂണ്ടിയും ക്ലാവര എന്നീ ഗ്രാമങ്ങളൊക്കെ. പൂമ്പാറ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ യാത്ര പൂണ്ടി, കാവുഞ്ചി, ക്ലാവര എന്നീ ഗ്രാമങ്ങളിലേക്കാണ്. സോ എല്ലാവർക്കും മാൽവിൻ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ചരിത്രകഥകൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ? പൂണ്ടിക്കുമുണ്ട് അങ്ങനെ ഒരു ചരിത്രം. പളനി മലനിരകളുടെ താഴ്വരയിൽ വെച്ച് രാജഭരണക്കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ഭയന്നിട്ടും അതുപോലെ യുദ്ധങ്ങളിൽ തോൽവി സംഭവിച്ച നാട്ടിലെ പ്രജകളൊക്കെയാണ് പൂമ്പാറ, പൂണ്ടി എന്നീ മലകളിലേക്ക് കുടിയേറ്റക്കാരായി വന്നണഞ്ഞത്. പിന്നീട് 1800-കൾക്ക് ശേഷം എത്തിയ ബ്രിട്ടീഷുകാർ കൊടൈക്കനാൽ കേന്ദ്രമാക്കി വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോഴും അവർ ഉപയോഗിച്ചതും ആദ്യകാലത്ത് കുടിയേറ്റക്കാരായി ഗ്രാമങ്ങളിൽ വന്നു ചേർന്ന ഗ്രാമീണരുടെ പാതകൾ തന്നെയായിരുന്നു. കുടിയേറ്റങ്ങളും ബ്രിട്ടീഷ് അധിനിവേശങ്ങളുമായി ഈ ഗ്രാമങ്ങളിലൂടെ വർഷങ്ങൾ കടന്നുപോയി. ഇന്നും സഞ്ചാരികളുടെ തിരക്കില്ലാത്ത ഒരിടമായി ഈ ഗ്രാമങ്ങൾ ഇപ്പോഴും നിശബ്ദമായി നിലകൊള്ളുകയാണ്. അപ്പം നമ്മൾ പൂണ്ടിയിലെത്തി. നമ്മൾ പൂണ്ടിയിലാണ്, പൂണ്ടിയുടെ അകത്താണ്. ചെറിയൊരു ടൗൺ ഏരിയ ആണ് പൂണ്ടി. അപ്പോൾ ഇനി നമ്മൾ പൂണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ ഒരു ഏരിയയും ആ ഒരു വിഷ്വലൊക്കെ കണ്ടാണ് ഇവിടെ വണ്ടി ഞങ്ങൾ ഒതുക്കി ഇവിടെ ഇറങ്ങിയത്. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പം മേളിലൊരു ഹസ്കി നിൽക്കുന്നു. ഹസ്കിയാന്ന് തോന്നുന്നു. ആള് പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് മേളിൽ എന്തോ കണ്ട് നിൽക്കുവാണ്. എടാ മോനെ, ആളെന്തോ കണ്ട് നോക്കി നിൽക്കുവാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം നമുക്കിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള റൂംസ് തന്നെയാണ്. അതിനി കണ്ടുപിടിക്കണം സന്ധ്യയാകുന്നതിന് മുന്നേ. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇത് പൂണ്ടിയിലുള്ള ഒരു സ്റ്റേ ആണ്. അടിപൊളി വ്യൂസ് ഉള്ള ഒരു ഏരിയ ആണ്. താഴേക്ക് നിവർന്നു കിടക്കുന്ന ആ പച്ചപ്പും മലനിരകളും ഏർലി മോർണിംഗ് കോടയിൽ പൂഞ്ഞു കിടക്കുന്ന ഇവിടുത്തെ വ്യൂസും കൂടി ആകുമ്പോൾ അത് മതി നമ്മളിവിടെ പിടിച്ചിരുത്താൻ. ഇവിടുത്തെ ഒരു റൂം ഓൾറെഡി ബുക്കിംഗ് ആയി. ഞങ്ങൾ 7 പേർക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മനസ്സോടെ അടുത്ത സ്റ്റേ തപ്പി നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറി ക്ലാവര എന്ന ഗ്രാമത്തിലെത്തി. ഈ ഗ്രാമത്തിലെ ടൗൺ ആണ് നമ്മൾ ഈ കാണുന്നത്. ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റേ കണ്ടുപിടിച്ച് ഈ മുന്നിൽ കാണുന്ന ഓടിട്ട വീടാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്നുള്ള ഈ വ്യൂസൊക്കെ നോക്കി അടിപൊളിയല്ലേ? ഞാൻ ഇപ്പോഴേ എക്സൈറ്റഡ് ആണ്. ഇവിടെ നൈറ്റ് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇവർ തരും. നമ്മൾ നേരത്തെ വന്ന് അറിയിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഞങ്ങൾ ഓൾറെഡി വന്നപ്പോൾ ഈവനിങ് ആയി. ക്യാമ്പ് ഫയറിനുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ വന്ന് റൂം ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ അവരത് സെറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ആദ്യം കണ്ട ടൗണിൽ ചിക്കനൊക്കെ വാങ്ങാൻ കിട്ടും. അവിടെ പോയി ചിക്കൻ വാങ്ങിച്ച് നമുക്കിവിടെ ഗ്രില്ലൊക്കെ ചെയ്ത് നൈറ്റ് ഒരു പാട്ടും വൈബൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. രാത്രി കഴിച്ച ഫുഡിൻ്റെ ബാക്കി കൊടുത്ത സ്നേഹത്തിൽ ഇവൻ നൈറ്റ് ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. നൈറ്റ് ഫുൾ ഇവിടെ റൂമിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ ഇവനെയും കൂട്ടി രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 6 മണിയായി. നമ്മുടെ റൂമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഈ വാട്ടർഫോൾസ് നമുക്ക് കാണാം. അങ്ങോട്ടുള്ള വഴി കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ഈ വഴിയൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകുന്നതും ഒരു ചലഞ്ചിങ് അല്ലേ? ആ ചലഞ്ച് ഞങ്ങളങ്ങ് ഏറ്റെടുത്തു.
പോകുന്ന വഴി ചെറിയ ചെറിയ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ പോകുന്ന വഴി ഇതേ ഇവിടെ ഒരു റൂം പണിതുകൊണ്ടിരിക്കുകയാണ്. പണി തീർന്നു കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾസിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ വരും. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നീട് അങ്ങോട്ട് വരുന്നവർക്കൊക്കെ ഈ ഒരു ഏരിയ നോക്കി വെച്ചോ. ഇവിടെ അടുത്ത് നല്ല അടിപൊളി നല്ല സ്പോട്ടാട്ടോ. കുറച്ച് മലയും കുന്നുമൊക്കെ ചാടി ഇറങ്ങി വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഇവിടെ പഴുക്കും. ഓക്കെ, ഇവിടെ എത്തി. ഇവിടുന്ന് ചാടി. ഓക്കെ, ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി ഗൈസ്. ഓക്കെ, കാണിച്ചു തരാം. വലിയ വെള്ളച്ചാട്ടമല്ല, പക്ഷെ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. കാണാൻ പക്ഷെ നല്ല രസമാട്ടോ. കുറച്ചും കൂടെ അടുത്ത് നിന്നാണ്. ഇപ്പോൾ വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് ചെറുതാണ്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം നിറഞ്ഞ് നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ ഒക്കെ കവിഞ്ഞാണ് വെള്ളം ഒഴുകുന്നത്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. സോ ഫൈനലി നമ്മളിതേ തിരിച്ചെത്തി. അപ്പോൾ ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നത് കോടയാണ് കേട്ടോ. ഈ ഏരിയ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞ് മൂടിക്കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ തന്നെ വേറെ വൈബാണ്. നിർഭാഗ്യവശാൽ ഇന്ന് കോടയില്ല, സാരമില്ല. പിന്നെ അതുപോലെ ഇവിടെ ചാർജ് വരുന്നത് റൂംസിൻ്റെ പെർ ഹെഡിന് 500 റുപ്പീസാണ്. ഒരു നാച്ചുറൽ വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്, അക്കോമഡേഷനാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്നവർ തീർച്ചയായും ഇവിടെ വന്ന് നിങ്ങൾ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു സ്ഥലം, വീടിരിക്കുന്ന ആ ഏരിയ അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. സോ നമുക്കിനി രാവിലെ തന്നെ ഇവിടുന്ന് തിരിക്കണം. നമ്മുടെ കൂടെ വഴി കാണിക്കാൻ വന്ന പട്ടിക്കൂട്ടം ക്ഷീണിച്ച് നല്ല ഉറക്കമാണ്. സാരമില്ല, അവൻ ഉറങ്ങട്ടെ, അവനെ ഉണർത്തുന്നില്ല. നാളെ നിനക്ക് കൂട്ടിന് ഞങ്ങളെപ്പോലെ അടുത്ത ആൾക്കാരുണ്ടാവൂടാ, നീ പേടിക്കണ്ട. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഇവിടുന്ന് അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് ബസ്സുണ്ട്, പക്ഷെ അതൊക്കെ ടൈമിംഗ് ആണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ബസ്സുകൾ മാത്രമേ ഉള്ളൂ. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ ആക്കി. ഇവൻ ഈ കടയിൽ ജോലി ചെയ്യുന്ന പയ്യനാണ്. ഇവനാണ് നമുക്ക് ആ റൂമിൻ്റെ കാര്യവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. നല്ല സ്നേഹമുള്ള പയ്യനാണ്. കടയുടെ പേരെന്നത്? അളക് 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 കടയുടെ പേര്. ഇവന്താ അഴക് രാജ. ബാസി. കാളെ കുത്തുവോ? ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെയിന്റിംഗ് ഉണ്ട്. ഇതവൻ ആരോ കൊടുത്തതാന്നാ പറഞ്ഞത്. നിഗൂഢമായിട്ട് എന്തോ അതിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന ഈ പ്ലേസും അവിടുന്ന് കാണുന്ന ഈ വ്യൂവും അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. മരത്തിൽ തീർത്ത ചെറിയൊരു ഏറുമാടാണ്, പക്ഷെ അവിടുന്ന് കിട്ടുന്ന ഒരു ഫീല് അതൊന്നും വേറെ തന്നെയാണ്. നല്ല നാടൻ ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ചൂട് ചായയും അതിൻ്റെ കൂടെ ഈ വ്യൂവും കൂടെ ആവുമ്പോൾ പിന്നെ എന്നാ വേണം അല്ലേ?
അധികം വാഹനങ്ങൾ കടന്നു വരാത്ത ഈ വഴിയിലൂടെ രാവിലെയുള്ള ഈ കാഴ്ചകൾ അതെങ്ങനെ വിവരിക്കണമെന്നറിയില്ല. അത്രയും മനോഹരമായ വീതികൾ. സോ കൊടൈക്കനാൽ ട്രിപ്പ് വരുന്നവരെല്ലാവരും മാക്സിമം ഈ ഒരു ഗ്രാമങ്ങളിലൂടെ കടന്ന് ഇവിടുത്തെ പച്ചയായ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ച് ഒരു ദിവസവും കൂടെ കൂടുതലെടുത്ത് പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ നന്നായിരിക്കും. കാരണം കൊടൈക്കനാൽ മാത്രമല്ല, ഇങ്ങനെ ആദ്യം ആരും എത്തിപ്പെടാത്ത ഇങ്ങനെയും കുറച്ച് ഗ്രാമങ്ങളോട് ഇവിടെ ഉണ്ട്. അങ്ങനെ വളരെ ഓർമ്മകൾ സമ്മാനിച്ച 3 ദിവസങ്ങൾ കടന്നുപോയി. നമ്മൾ കൊടൈക്കനാലിനോട് വിട പറയുകയാണ്. ഇത് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്ന വഴി കുമളിക്ക് മുന്നേയായി ഒരു മുന്തിരിത്തോട്ടാണ്. അപ്പോൾ പോകുന്ന വഴി എന്നാലും മുന്തിരിത്തോട്ടം കൂടെ കണ്ടു പോകാമെന്ന് വിചാരിച്ചു. കായൊക്കെ പഴുത്ത് പാകമായി കിടപ്പുണ്ട്, കുറച്ചൊക്കെ പാകമായി വരുന്നുണ്ട്. ഇവിടുന്ന് ഫ്രഷായിട്ട് മുന്തിരി വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസും ഉണ്ട് മുന്തിരി. ഗൈസ് 105 സെക്കൻഡ് 500 രൂപ പിന്നെ ചലഞ്ച് ഏറ്റെടുത്ത് നമ്മുടെ പയ്യൻ കയറിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്മുടെ പയ്യൻ തൂങ്ങിയിരിക്കുന്നു. എടാ ദിവ്യ ഒന്ന് മാറിക്കടാ. ദിവ്യ ഒരു കുഴപ്പമില്ല. ഒന്നുമല്ല, ചർക്കം നിൽക്കും. 105 സെക്കൻഡ് നോക്കിക്കോണം. അവിടെ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ടോ? 105 സെക്കൻഡ് അല്ല പറഞ്ഞത്. അതൊക്കെ സിമ്പിള്. പിന്നെ അവൻ മാരത്തോൺ ഓടി കയറിയവരാണ്. നോക്കുന്നുണ്ട്. നീ അങ്ങനെ വന്നോ? കിട്ടിയ മന്തി, ഇല്ലെങ്കിൽ 50 പോയി. എന്തായാലും നോക്കാം. അങ്ങനെ ഒരു ആവശ്യമില്ലാതെ കുറച്ച് ആവേശവും കയറ്റി ഒരു ചായക്കുള്ള പൈസയും കളഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തമിഴിൻ്റെ സംസ്കൃതികളും ഗ്രാമജീവിതവുമായി ബന്ധമുള്ള അനേകം അടയാളങ്ങളുടെ ഘോഷയാത്രകളാണ് ഇവിടെയുള്ളത്. വഴിവക്കിലുള്ള ചെറിയ ക്ഷേത്രങ്ങൾ പോലും പൂക്കുടകളും ചന്ദനത്തിരിയുടെ മണവുമായി പരിസരങ്ങളെ ആകെ മാറ്റിയിട്ടുണ്ടാവും. പുലർക്കാലങ്ങളെ സുരഭിലമാക്കുന്ന തമിഴ് ഗ്രാമങ്ങളെല്ലാം പിന്നിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. 3 ദിവസത്തെ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. എന്നാലും അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും സൈൻ ഔട്ട് ഫ്രം ദിസ് ചാനൽ. ബൈ.